അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം ചേഞ്ച് തന്നെയാണ്. അത് റൈഗർ മോർട്ടിസ് എന്ന് പറയും. കഡാവറിക് റിജിഡിറ്റി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ATP കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ശരീരത്തിലുള്ള ഡ്യൂ ടു ഡിക്രീസ് ഇൻ ATP. അത് ഫോളോ ചെയ്യുന്ന ഒരു റൂളുണ്ട്, നിസ്റ്റൻസ് റൂൾസ് എന്ന് പറയും. അപ്പോൾ റൈഗർ മോർട്ടിസ് ആദ്യം മുതൽ അവസാനം വരെ ആ പ്രോഗ്രഷൻ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ്, ഏതൊക്കെ ഓർഗൻ പാർട്സിലാണ് ആദ്യം എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് നിസ്റ്റൻസ് റൂൾ വരുന്നത്. നിസ്റ്റൻസ് റൂൾ പറയുന്നത് ഐലിഡ്സിലാണ് ആദ്യം കഡാവറിക് റിജിഡിറ്റി വരിക, പിന്നെ നെക്കിലാണ് വരിക, പിന്നെ തൊറാക്സിക് പാർട്ടിൽ, പിന്നെ അപ്പർ ലിംസ്, ദെൻ അബ്ഡമൻ, ലോവർ ലിംബ്, ഏറ്റവും ലാസ്റ്റാണ് ഫിംഗർ ആൻഡ് ടോസ്. അത് ഓർത്ത് വെക്കുക, റിമെമ്പർ ദാറ്റ്. ഫിംഗർ ആൻഡ് ടോസിലാണ് ലാസ്റ്റ് റൈഗർ മോർട്ടിസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ റൈഗർ മോർട്ടിസിന് ഒരു റൂൾ ഓഫ് 12 ഉണ്ട്. ഈ റൂൾ ഓഫ് 12 എന്ന് പറഞ്ഞാൽ 12 hours എടുക്കും ഇത് അപ്പിയർ ചെയ്യാൻ പൂർണ്ണമായിട്ടും. ഇത് 12 hours പെർസിസ്റ്റ് ഇൻ ബോഡി, 12 hours ഡിസപ്പിയേഴ്സ്. ഓക്കെ, 12 hour കൊണ്ട് ഡിസപ്പിയറും ചെയ്യും ശരീരത്തിൽ നിന്ന്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈഗർ മോർട്ടിസ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ ഏർലി ഇൻ സമ്മർ സീസൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റൈഗർ മോർട്ടിസ് വന്നു പോവും. ഓക്കെ.